ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പഴംപൊരിയാണ്. നല്ല നാടൻ ചായക്കട സ്റ്റൈൽ പഴംപൊരി. ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചായക്കടയിൽ കിട്ടുന്ന പോലത്തെ പഴംപൊരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം പഴംപൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ചേർക്കാം. 1 കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഇടണ്ട, വളരെ കുറച്ച്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ആയാലും ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴും വളരെ കുറച്ച് മാത്രം ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. സാധാരണ നോർമൽ വാട്ടറാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്ത് നോക്കുക. നമുക്ക് ആവശ്യമുള്ളത് ഇഡ്ഡലി മാവിനേക്കാട്ടിലും തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ്. ഈ ഒരു ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ആ ഒരു പഴത്തിൽ നിന്ന് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് വിട്ടുപോരും. അതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ടുള്ള കനത്തിലുള്ള ബാറ്റർ എടുക്കുന്നത്. എന്നാൽ ഒരുപാടങ്ങ് കനത്തിലല്ല വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക, വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം കുറച്ച് ഏകദേശം 1 ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോഴേക്കും വെള്ളം കറക്റ്റായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വെള്ളം കൂടി പോവുകയാണെങ്കിൽ അതനുസരിച്ച് മൈദ കുറച്ച് അരിപ്പൊടിയും കൂടുതൽ ഇട്ടിട്ട് ബാറ്റർ തയ്യാറാക്കി എടുത്താലും മതി. ഇതുപോലെ ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നമ്മൾ ഇതാക്കുന്ന സമയത്ത് നല്ലോണം സോഫ്റ്റായിട്ട് വരും മാവ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. സാധാരണ നമ്മൾ ഇഡ്ഡലി മാവിനേക്കാട്ടിലും കുറച്ചുകൂടി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ മുക്കിയിട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതിയാവും. അതിനുവേണ്ടി ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബാറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 3 പഴം പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ ഉണ്ടാവും. 1 കപ്പ് മൈദ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു വലിപ്പത്തിലുള്ള 3 പഴംപൊരി കൃത്യമായിട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നല്ല തിന്നായിട്ടാണ് അരിയുന്നത്. ഒരുപാട് കനത്തിൽ അരിയാതെ ഒരു പഴം ഇതുപോലെ 3 കഷ്ണങ്ങളാക്കി ചെറിയ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. സാധാരണ ചായക്കടകളിലൊക്കെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഈ ഒരു പഴംപൊരി റെഡിയാക്കുമ്പോൾ ഒരുപാട് പഴുക്കാത്ത പഴം എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് പഴുത്ത് തുടങ്ങിയ പഴം എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് മധുരമുള്ള പഴം അകത്തുള്ളതാണ് എപ്പോഴും നമ്മുടെ ചായക്കട പഴംപൊരിക്ക് ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മധുരമുള്ള പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 2 പഴത്തു നിന്ന് 6 പഴംപൊരിയാണ് റെഡിയാക്കുന്നത്. പഴംപൊരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. കുറച്ചധികം എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ പഴംപൊരിയുടെ മുകളിലുള്ള ആ ഒരു ഭാഗമെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു മാവിൽ മുക്കി പൊരിക്കുന്ന സമയത്ത് പഴംപൊരിയിൽ നിന്ന് നമ്മൾ ആ ഒരു മാവ് വിട്ട് പോരില്ല. നന്നായി ചൂടായ എണ്ണയിലിട്ട ശേഷം അപ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ച് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞും പോവും, അകത്ത് വെന്ത് കിട്ടുകയില്ല. നമ്മുടെ ഈ ഒരു പഴംപൊരിയുടെ അകത്ത് കൂടി നന്നായി വെന്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പുറത്ത് നല്ല ക്രിസ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അകത്ത് കൂടി വെന്ത് കിട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. ഏകദേശം ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുത്താൽ കറക്റ്റായിട്ട് പഴംപൊരി കിട്ടും. അതുപോലെ മറിച്ചിടാൻ ശ്രദ്ധിക്കണം. പഴംപൊരി എപ്പോഴും ഒരു ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം അപ്പുറത്തേക്ക് മറിച്ചിടുക. ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ പഴംപൊരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പഴം ഒന്നും കാണാതെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരം ആറിയത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും, നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ. അതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള എണ്ണ എല്ലാം ഒന്ന് ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ ആ മുകളിലുള്ള എണ്ണയും ഉണ്ടാവില്ല. ഈ ഒരു ബാറ്ററിൽ മുക്കി പൊരിക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ തന്നെയാണ് നമുക്ക് പഴംപൊരി കിട്ടുക.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സാധാരണ ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ് ഈ ഒരു പഴംപൊരി ഉണ്ടാകുന്നത്. നേരത്തെ ഞാൻ പഴംപൊരിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ചായക്കട റെസിപ്പി പഴംപൊരി ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.